പലരും ഇന്ന് ആധുനിക കാലത്ത് പുതിയ രീതികളൊക്കെ അവലംബിച്ച് ആ സ്ഥാനത്തിന് വേണ്ടി വളരെ ത്യാഗം സഹിക്കുന്നവരുണ്ട്. അങ്ങനെ വളരുന്നതായ അമ്മയെ ഇന്ന് അവരെ പോറ്റി വളർത്തുന്ന ഭവനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. മാതാവിനെയും പിതാവിനെയും ഒരു സമയമായി കഴിഞ്ഞാൽ പിന്നെ അവരെ ആർക്കും വേണ്ട. മാതൃസ്നേഹം, പിതൃസ്നേഹം, ഗുരുസ്നേഹം ഇവയെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ധാരാളമായി അതിനെ പുകഴ്ത്തി പാടുന്നുണ്ട്. ബൈബിളിൽ ധാരാളമായി മാതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതില്ല. കർത്താവിൽ നിന്നും പഠിച്ച ഏറ്റവും വലിയ തിരുവചനം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. എന്തോ ഇന്ന് മോഡേൺ സിവിലൈസേഷൻ വന്നപ്പോഴത്തേക്കും ആധുനിക ലോകത്തിലെ മാതാവിനെയും പിതാവിനെയും ആർക്കും വേണ്ട, അയൽക്കാരെയും ആർക്കും വേണ്ട. കർത്താവേ, നിങ്ങളുടെ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിയിരുന്നുവെങ്കിൽ, നിങ്ങൾ പരസ്പരം ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ ഇടവകയിലെ എല്ലാ ജനങ്ങളും കൂടി പരസ്പരം വിദ്വേഷമില്ലാതെ കാപട്യമില്ലാതെ ആ സ്നേഹം ആവാഹിച്ചു വന്നിരുന്നെങ്കിൽ നമ്മൾ വളരെ സംതൃപ്തരാണ്. ക്രിസ്തുമസിൻ്റെതായ ഈ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, എനിക്ക് ഇനി വളരെ കുറച്ച് നാളുകളെ ഉള്ളായിരിക്കും. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ എൻ്റെ ആയുസ്സിൻ്റെ നീളം നിങ്ങൾക്കും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ആയുസ്സിൻ്റെ നീളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുന്ന ഓരോ മിനിറ്റും ഞാൻ എൻ്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളും. ജന്മം എന്ന് സംഭവിക്കുമെന്ന് ഡോക്ടേഴ്സിനൊക്കെ പറയാം, പക്ഷെ മരണം എന്ന് സംഭവിക്കുമെന്ന് ഒരു ഡോക്ടർമാർക്കും പറയാൻ സാധിക്കില്ല. ഇന്നത്തെ മരണങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഓക്സിജൻ കൊടുത്തെങ്കിലേ ജീവിക്കത്തുള്ളൂ. ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സമയത്ത് നമ്മളെല്ലാം ബാധിച്ച രോഗം, അതിന്റെ പ്രത്യേകത എന്താണ്? ഓക്സിജന്റെ അളവ് കുറഞ്ഞിരിക്കുന്നു. കൃത്രിമമായി സ്പേസ് മേക്കർ കൊടുത്ത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഹൃദയത്തിന്റെ ഇടിപ്പിനെ അത് ഇത്ര മിനിറ്റിൽ ഇത്ര സെക്കൻഡിൽ ഇത്ര വേണമെന്നുണ്ട്. അതിനെ നിലനിർത്തിക്കൊണ്ടാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ എന്നേക്കുമായി പോവുകയാണ്. നമ്മുടെ പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങൾ പരസ്പരം സ്നേഹിപ്പാനും ഈ ഇടവകയെ ഒന്നായി കാണുവാനും അതിനുവേണ്ടിയാണ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ സന്ദേശമാണ് എനിക്ക് ഈ ക്രിസ്തുമസ് ദിനത്തിന് നിങ്ങൾക്ക് നൽകുവാനുള്ളത്. എനിക്ക് എന്തൊന്നും വേണ്ട, നിങ്ങളുടെ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കണം. പകയും വിദ്വേഷവും, പരസ്പര വിദ്വേഷങ്ങളുണ്ട്, പകയുണ്ട്, മറ്റേ അഹങ്കാരങ്ങളുണ്ട്, ഞാനെന്ന ഭാവമുണ്ട്. ഐ എന്നുള്ള ഒറ്റ അക്ഷരം കൊണ്ടുള്ള ഇംഗ്ലീഷ് പദം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. ഞാൻ എന്താണ്? ഞാൻ ഉന്നതനാണ്, ഞാൻ എല്ലാവരിലും ഉന്നതനാണ്. നമുക്ക് വിദ്യയുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും പ്രയോജനമില്ല, സൗന്ദര്യം ഉണ്ടെങ്കിലും യാതൊരു പ്രയോജനമില്ല. പക്ഷേ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിൽ വസിക്കണം. ഈ ക്രിസ്തുമസ് ദിനത്തില് ഒരു രൂപാന്തരത്വം, വെടിപൊരുകുന്ന പോലെയുള്ള രൂപാന്തരത്വമല്ല, ആത്മീയമായ ഒരു രൂപാന്തരത്വം പ്രാപിച്ച് ഒരു പുതുജീവിതം നയിക്കാൻ നിങ്ങൾക്ക്